ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൽക്കത്തേനെ പറ്റിയിട്ടാണ്. കൽക്കത്ത എന്ന് പറയുന്നത് ഞാനൊരു 18 വയസ്സിൽ കല്യാണം കഴിച്ച് പോയതാണ്. പിന്നെ 34 വർഷമായി കൽക്കട്ടയിൽ തന്നെയാണ് താമസം. അതിൻ്റെ ഇടയ്ക്ക് ഓരോ നാടുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കൽക്കട്ട എന്ന് പറയുന്നത് ഒരു വലിയ മഹാനഗരമാണ്. അപ്പോൾ കൽക്കട്ടയിൽ ഏതൊരു ആൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാടാണ്. പണക്കാരനും ജീവിക്കാം, മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്കും ജീവിക്കാം, ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കും ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാണ് കൽക്കട്ട. അപ്പോൾ കൽക്കട്ട സ്ട്രീറ്റുകളൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് ഡെവലപ്പ് ചെയ്തതല്ലാതെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും സാധാരണ ഈ നോർത്ത് കൽക്കട്ടയിലോ, സൗത്ത് കൽക്കട്ട കുറച്ചും കൂടെ ബെറ്ററാണ്. നോർത്ത് കൽക്കട്ടയിലൊന്നും വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ നോർത്ത് കൽക്കട്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളെ ഫ്ലാറ്റൊക്കെ ഉള്ളത് അവിടെ തന്നെ. പക്ഷെ അതിലൊന്നും വലിയ ഡെവലപ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതിലെ ഒരു സ്ട്രീറ്റാണ് ഒരു ശ്യാം ബജാർ എന്ന് പറയുന്ന ഒരു ടൗൺ. ആ ടൗൺ കുറച്ച് വലുതാണ്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. കൽക്കട്ടേനെ പറ്റിയിട്ട് ഇടാനാണെങ്കിൽ എത്രയോ വീഡിയോസ് ഉണ്ട് ഇടാൻ നമുക്ക്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു മിഡിലായിട്ടുള്ളൊരു ഇതാണ്, നോർത്തിലെ ഒരു മിഡിലായിട്ടുള്ളൊരു സ്ഥലമാണ് ശ്യാം ബജാർ. അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ പിന്നെ ഇടുന്നതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കൊടുക്കാതെ വീഡിയോ എടുക്കുന്നതും പറയുന്നതും എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം അത് നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് കൽക്കട്ട, എന്താണ് കൽക്കട്ട എന്നുള്ളത് ചെറിയൊരു വീഡിയോ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി കൽക്കട്ട നിങ്ങൾക്കൊക്കെ നിറയെ കാണിച്ചു തരാനുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നതാണ്. കൽക്കട്ടയെ പറ്റിയിട്ടുള്ളത് സ്ട്രീറ്റും കൽക്കട്ട എന്താണെന്നുള്ള ഒരു മഹാനഗരത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ഓക്കെ, ഇതാണ് കൽക്കത്തയിലെ നോർത്ത് കൽക്കത്തയിലെ പ്രസിദ്ധമായ ശ്യാം ബജാർ എന്ന സ്ഥലം. ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു. ഇതിൻ്റെ പേര് ബംഗാളികളെ പാഞ്ചമാത്ത ബോർഡ് എന്നാണ് പറയുക. അത് 5 വഴികൾ കൂടി ചേർന്നൊരു സംഗമ സ്ഥലമാണത്. അത് നേരെ കാണുന്നൊരു വഴി ആ ബസ് പോകുന്നു, മറ്റൊരു വഴി 2ാമത്തെ, അപ്പുറത്ത് 3ാമത്തെ, ബസ് വന്നുകൊണ്ടിരിക്കുന്ന 4ാമത്തെ, ബസ് തിരിഞ്ഞു പോകുന്നു 5ാമത്തെ. 5 വഴികളുടെ ഒരു സംഗമസ്ഥാനമാണ്. അവിടെ ബോർഡുണ്ട് എവിടേക്ക് പോകുന്ന വഴികളിൽ. അത് അന്നത്തെ ലെഫ്റ്റിലേക്ക് നിന്ന് റൈറ്റ് ആദ്യത്തെ ഈ വഴിക്ക് സ്യാൽഡ എന്ന് പറഞ്ഞ സ്ഥലമാണ്. 5 വഴിക്കുള്ള പോകുന്നൊരു പ്രധാനപ്പെട്ട പേരുവാരത്തിന് ഇവിടുത്തെ തിരക്ക് കുറവാണ് കാലത്ത്. കാരണം ശ്യാം ബജാർ അത് വൈകുന്നേരത്താണ് ഇവിടുത്തെ മാർക്കറ്റ് മുഴുവൻ കൂടുതലും ബിസിനസ് സെൻറ്റർ. അതുകൊണ്ട് വൈകുന്നേരം സമയം ഇവിടെ ആൾക്കാരുടെ തിരക്കും ബിസിനസ്സൊക്കെ കൂടുതലാണ്. രാവിലെ എല്ലാവരും കടകളൊക്കെ അടച്ചിരിക്കും. ഏതാണ്ട് തുറക്കുമ്പോൾ 11 മണിയൊക്കെ കഴിയും. വൈകിട്ട് 5 മണി 6 മണി കഴിഞ്ഞാലാണ് ഇവിടുത്തെ തിരക്ക് കൂടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കൽക്കട്ട. കൽക്കട്ടയിൽ പോകുന്ന ബസ്സുകളെയൊക്കെ കണ്ടോ? ഇത്രയും മോശമായിട്ടുള്ള ബസ്സും കാര്യങ്ങളും ഒരു ഡെവലപ്മെൻറ്റും ചെയ്തിട്ടില്ല. കുറേ കാലം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, അത് കഴിഞ്ഞ് ഇപ്പം തൃണമൂലാണ് ഭരിക്കുന്നത്. പക്ഷെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും നോർത്ത് കൽക്കട്ടയ്ക്ക് വന്നിട്ടില്ല. വന്നത് മുഴുവൻ സൗത്തിലൊക്കെ കുറച്ച് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പഴയ ബിൽഡിങ്ങും ബസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പോകുന്ന ബസ്സും കാര്യങ്ങളും കണ്ടില്ലേ? അത് ശ്യാം ബജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ആ ബജാർ. ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം, ഈവനിങ് ആണ്. അതിന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങോട്ടോടി അതെല്ലാം ഭയങ്കര റഷായിട്ടുള്ള സ്ഥലമാണത്. പക്ഷെ ഇപ്പം ഒന്നാമത് ബംഗാളീസ് ഒരു 11:30-12 മണിക്കാണ് കടകളൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. ഉച്ചയ്ക്ക് പിന്നെ കിടന്നുറങ്ങും. ഇത് 11:30-12 മണിക്ക് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് കട അടയ്ക്കാറില്ല അധികം ആൾക്കാരും. പിന്നെ വൈകുന്നേരം രാത്രി 11-12 മണി വരെ കട ഓപ്പൺ ആയിരിക്കും എല്ലാ ഷോപ്പുകളും. ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, ഫുട്പാത്ത് മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുള്ള ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് മോർണിംഗ് ടൈം ഒരു 10 മണി ആയതുകൊണ്ടാണ് ഒരു
അധികം തിരക്കുകളൊന്നും കാണാത്തത്. ഓക്കെ, കണ്ടില്ലേ? ഇനിയും നല്ല നല്ല വീഡിയോസ് കൽക്കട്ടേനെ പറ്റിയിട്ട് കാണിച്ചു തരുന്നതാണ്. സ്ട്രീറ്റ് ഫുഡൊക്കെ കാണേണ്ടതാണ്, പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ബൈ.